ഹലോ എവരി വൺ. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് ട്രിഗ്നോമെട്രി എന്നുള്ള ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ ട്രിഗ്നോമെട്രി ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഒരു റൈറ്റ് ട്രയാങ്കിളിലെ ആംഗിൾസും സൈഡ്സും തമ്മിലുള്ള റിലേഷൻസാണ്. അപ്പോൾ ഒരു റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം 90 ഡിഗ്രി ഉള്ള ഒരു ആംഗിൾ 90 ഡിഗ്രി ഉള്ളൊരു ട്രയാങ്കിളിനെയാണ് നമ്മൾ റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. പിന്നെ ഈ പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്ന ട്രിഗ്നോമെട്രിക് റേഷ്യോസ് എന്ന് പറയുന്നതെല്ലാം തന്നെ റൈറ്റ് ട്രയാങ്കിളിൽ മാത്രമാണ് നമ്മൾ ഡിഫൈൻ ചെയ്ത് നിങ്ങൾ പഠിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൽ എപ്പോഴും റൈറ്റ് ട്രയാങ്കിളിൽ നമ്മൾ 90 ഡിഗ്രി ഉള്ള ആംഗിളിനെ ഇങ്ങനെയായിരിക്കും മാർക്ക് ചെയ്യുന്നത്. ആ ഒരു ചെറിയൊരു സ്ക്വയർ പോലെ ഒരു സൈഡിൽ ഒരു ആംഗിളിൻ്റെ അവിടെ വരച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? ആ ആംഗിൾ എന്തായാലും 90 ഡിഗ്രി ആണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ റൈറ്റ് ട്രയാങ്കിളിൽ എപ്പോഴും 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റുള്ള സൈഡ് എന്ന് പറയുന്നത് അതിനെ പറയുക ഹൈപ്പോട്ട്ന്യൂസ് എന്നാണ്. ഓക്കെ, ഹൈപ്പോട്ട്ന്യൂസ് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ്. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഈ 90 ഡിഗ്രി ആംഗിളിന് ടച്ച് ചെയ്യാത്ത ഒറ്റ സൈഡ് ഉണ്ടാവുള്ളൂ. ഓക്കെ, കാരണം ഇപ്പോൾ ഈ സൈഡും 90ന് ടച്ച് ചെയ്തായിരിക്കുക. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഒറ്റ സൈഡ് ഉണ്ടാവുള്ളൂ. അപ്പോൾ 90യുടെ ഓപ്പോസിറ്റ് എപ്പോഴും ഹൈപ്പോട്ട്ന്യൂസ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ട് പേരും കൂടി യൂസ് ചെയ്യും, അഡ്ജസൻറ്റും ഓപ്പോസിറ്റും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ ഏത് ആംഗിളാണോ കൺസിഡർ ചെയ്യുന്നത്. ഈ 90 ഡിഗ്രി കഴിഞ്ഞാൽ പിന്നെ രണ്ട് ആംഗിൾ ഉണ്ടാവും അല്ലേ. ഇവിടെ ഒരു ആംഗിളുണ്ട്, അതുപോലെ ഇവിടെ ഒരു ആംഗിളുണ്ട്. അപ്പോൾ ഈ രണ്ട് ആംഗിളിലും കൺസിഡർ ചെയ്തിട്ടാണ് മറ്റേ രണ്ട് സൈഡ് പറയുന്നത്, അതായത് അഡ്ജസൻറ്റ് ഓപ്പോസിറ്റ് എന്നുള്ളത് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ആംഗിളാണ് കൺസിഡർ ചെയ്യണമെന്ന് വെച്ചോ. ഓക്കെ, ഈ തീറ്റ എന്ന് മാർക്ക് ചെയ്തേക്കുന്ന ആംഗിളാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡിനെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് എന്ന് തന്നെ പറയും. അതുപോലെ ആ ആംഗിളിനോട് ചേർന്ന് കിടക്കുന്ന സൈഡിനെ നമ്മൾ എന്ത് പറയും? അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് ടേംസ് നമ്മൾ ഓർത്തിരിക്കണം. ഹൈപ്പോട്ട്ന്യൂസ് എന്താണെന്നുള്ളത്, അതുപോലെ അഡ്ജസൻറ്റ് സൈഡ് എന്താണെന്നുള്ളത്, അതുപോലെ ഓപ്പോസിറ്റ് സൈഡ് എന്താണെന്നുള്ളത്. ഓക്കെ, ഇനി ഇപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ആംഗിൾ ഏതാണോ ചൂസ് ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും നമ്മൾ അഡ്ജസൻറ്റ് ഓപ്പോസിറ്റ് ഡിഫൈൻ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ആംഗിളാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, തീറ്റ എന്നുള്ള ആംഗിളാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഈ സൈഡാണ് അതിൻ്റെ അഡ്ജസൻറ്റ്, ഈ സൈഡാണ് അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ അതിന് പകരം നമ്മൾ ഈ ഒരു ആംഗിളാണെങ്കിൽ, ഈ മോളിലുള്ള ആംഗിളാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിനോട് ചേർന്ന് കിടക്കുന്നത് അഡ്ജസൻ്റായി, അതിൻ്റെ എതിർവശത്ത് കിടക്കുന്നത് ഓപ്പോസിറ്റായി. പക്ഷേ രണ്ട് കേസിലും ഹൈപ്പോട്ട്ന്യൂസ് ചേഞ്ച് ആകില്ല. ഓക്കെ, ഹൈപ്പോട്ട്ന്യൂസ് എപ്പോഴും 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മളിപ്പോൾ ആ ഒരു പേരുകൾ ഓപ്പോസിറ്റ്, അഡ്ജസൻറ്റ്, ഹൈപ്പോട്ട്ന്യൂസ് ഇത് മൂന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ റേഷ്യോസ് എന്താണെന്ന് നോക്കാം. നമുക്ക് 6 ട്രിഗ്നോമെട്രിക് റേഷ്യോസാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് സൈൻ തീറ്റ. ഓക്കെ, അല്ലെങ്കിൽ സൈൻ ആംഗിൾ നമ്മൾ തീറ്റ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ തീറ്റ എന്ന് എഴുതും. അപ്പോൾ അതല്ല, ഒരു ട്രയാങ്കിൾ എ ബി സി, ഓക്കെ, എ ബി സി എന്ന് എടുത്തിട്ട് അപ്പോൾ ഈ ആംഗിളിന് എ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ സൈൻ എ എന്ന് എഴുതും. ഓക്കെ, അപ്പോൾ എയോ തീറ്റയോ അതെന്താണെന്നുള്ളത് ട്രയാങ്കിൾ എങ്ങനെയാണോ വരച്ചേക്കുന്നത് അത് അനുസരിച്ചായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സൈൻ തീറ്റ ഒരു ട്രിഗ്നോമെട്രിക് റേഷ്യോയാണ്. പിന്നെ അടുത്തതുള്ളത് കോസ് തീറ്റ, തേർഡ് വൺ ടാൻ തീറ്റ, പിന്നെ മൂന്നെണ്ണം എന്ന് പറയുന്നത് ഈ സൈൻ കോസ് ടാനിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അതായത് കൊസീക് തീറ്റ എന്ന് പറയുന്നത് 1/സൈൻ തീറ്റേനെയാണ് കൊസീക് തീറ്റ എന്ന് പറയാം. അപ്പോൾ നമുക്ക് സൈൻ തീറ്റ അറിയാമെന്നുണ്ടെങ്കിൽ 1/സൈൻ തീറ്റ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും കൊസീക് തീറ്റ കിട്ടും. അതുപോലെ സീക്ക് തീറ്റ. ഓക്കെ, സീക്ക് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റയുടെ ഇൻവേഴ്സാണ്. അപ്പോൾ 1/കോസ് തീറ്റയാണ് സീക്ക് തീറ്റ. അതുപോലെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് കോട്ട് തീറ്റ. കോട്ട് തീറ്റ എന്ന് പറയുന്നത് 1/ടാൻ തീറ്റയാണ്. ഓക്കെ, ഇനി ഈ സൈൻ തീറ്റ ഡിഫൈൻ ചെയ്തേക്കുന്നത് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് എന്നായിരിക്കും. സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഫിഗർ വെച്ച് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ എ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി സി ആണ്.
ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുമ്പോൾ എ സി ആണ്. ഓക്കെ, അപ്പോൾ ബി സി ബൈ എ സി എന്നും. ഇനി അതല്ല, ഞാൻ ഈ ട്രയാങ്കിളിൽ ഇങ്ങനെ മാർക്ക് ചെയ്യുകയാണെന്ന് വെച്ചു. അപ്പോൾ ഈ ട്രയാങ്കിളിൽ എ ബി സി മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അപ്പോൾ ബി സി ബൈ എ സി. അതുപോലെ കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ട്രയാങ്കിളിൽ അഡ്ജസൻ്റ് എന്ന് പറയുന്നത് എ ബി ആണ്. സൈഡ് എ ബി ആണ് അഡ്ജസൻ്റ് ആയിട്ട് കിടക്കുന്നത്. ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് എ സി എന്നുള്ള സൈഡാണ്. ഓക്കെ, കാരണം അഡ്ജസൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ എ ബി. ഓക്കെ, എ ബി എന്നുള്ള സൈഡാണ്. അതുപോലെ ഹൈപ്പോട്ടന്യൂസ് വരുമ്പോൾ എ സി. ഇനി ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ് അതിൻ്റെ ഫോർമുല. അപ്പോൾ ഇതിൽ ഈ തീറ്റ നോക്കിക്കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഏതാണ്? ബി സി എന്നുള്ള സൈഡാണ്. ഓക്കെ, അപ്പോൾ ബി സി ഡിവൈഡഡ് ബൈ അഡ്ജസൻ്റ് എന്നുള്ളത് എ ബി ആണ്. അപ്പോൾ ഇങ്ങനെയായിരിക്കും ആ റേഷ്യോസ് നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഓക്കെ, അതിനുശേഷം അപ്പോൾ കൊസീക് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? സൈൻ തീറ്റേനെ 1 ഡിവൈഡഡ് ബൈ എന്ന് വരും. ഓക്കെ, അപ്പോൾ സൈൻ തീറ്റ ബി സി ബൈ എ സി ആണെങ്കിൽ കൊസീക് തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? എ സി ബൈ ബി സി ആയിരിക്കും. അല്ലെങ്കിൽ ഈ ഫോർമുലയുടെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൊസീക് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് എന്നായിരിക്കും. സീക് തീറ്റ എന്ന് പറയുമ്പോൾ ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ്, അതായത് എ സി ബൈ എ ബി. കോട്ട് തീറ്റ എന്ന് പറയുമ്പോൾ എ ബി ബൈ ബി സി. ഓക്കെ, അപ്പോൾ ഈ മൂന്നെണ്ണമാണ് മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടത്. കാരണം മറ്റേത് മൂന്നും ജസ്റ്റ് ഇതിൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും. 1 ബൈ എന്നിട്ട് കഴിഞ്ഞാൽ മറ്റേത് മൂന്നും കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിൽ പലപ്പോഴും ഒരു കാര്യം കൂടി ആവശ്യം വരും. നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചേക്കുന്നതാണ് പൈത്തഗോറസ് തിയറം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ പൈത്തഗോറസ് തിയറത്തിൽ എന്താണ് പറയുന്നത്? നമ്മളൊരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ 3 സൈഡ് ഉണ്ടാവും അല്ലേ? അതിൽ ഒരു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും 90യുടെ ഓപ്പോസിറ്റുള്ള ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ ബി സി ആണ് ഇവിടെ. അപ്പോൾ ബി സിയുടെ സ്ക്വയർ എന്ന് പറയുന്നത് എപ്പോഴും മറ്റേ 2 സൈഡിൻ്റെ സ്ക്വയർ ആഡ് ചെയ്താൽ കിട്ടുന്ന നമ്പർ ആയിരിക്കും. ഓക്കെ, എ ബി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ എന്നുള്ളത്. ഇപ്പോൾ പൈത്തഗോറസ് തിയറം നമുക്ക് ഈ ചാപ്റ്ററിൽ ആവശ്യമായിട്ട് വരും. അപ്പോൾ ഞാനൊരു എക്സാമ്പിളും കൂടി കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. ഓക്കെ, ഞാൻ എ ബി സി എന്നുള്ള ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. ഇതിൽ ഈ സൈഡ് 3യും ഈ സൈഡ് 4ഉം ആണെങ്കിൽ നമ്മൾ പൈത്തഗോറസ് തിയറം ഇവിടെ യൂസ് ചെയ്യുമ്പോൾ എന്താണ്? ഇതാണ് 90 ഡിഗ്രി. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ, അപ്പോൾ എ സി സ്ക്വയർ ഈക്വൽ ടു മറ്റേ 2 സൈഡിൻ്റെ സ്ക്വയർ സം ചെയ്യുക. അപ്പോൾ എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. ഇപ്പോൾ ഇവിടെ എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 3 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അല്ലെങ്കിൽ 3 ആണ്. അപ്പോൾ 3 സ്ക്വയർ പ്ലസ് ബി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 4 ആണ്. അപ്പോൾ 4 സ്ക്വയർ. അപ്പോൾ 9 പ്ലസ് 16, അതായത് 25 എന്ന് വരും. അപ്പോൾ എ സി സ്ക്വയർ ആണ് നമുക്ക് 25. അപ്പോൾ എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √25 ആയിരിക്കും, അതായത് 5 ആയിരിക്കും. ഓക്കെ, അപ്പോൾ എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് 5 ആയിരിക്കും. ഇനി നമുക്ക് ആ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് വേണമെങ്കിൽ എടുക്കാം ഇവിടുന്ന്. അപ്പോൾ ഇവിടുന്ന് സൈൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. എ എന്നുള്ളത് ഈ ആംഗിളാണ്. ഓക്കെ, അപ്പോൾ ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ 4 ആണ്. സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ 4 ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ 5. അപ്പോൾ സൈൻ എ എന്നുള്ളതിൻ്റെ വാല്യൂ 4/5 ആയിരിക്കും. അതുപോലെ തന്നെ സൈൻ സി ആണെങ്കിലോ? സൈൻ സി ആണെങ്കിൽ സിയുടെ ഓപ്പോസിറ്റ് വരുന്നത് എ ബി ആണ്. ഓക്കെ, അപ്പോൾ എ ബി എന്ന് പറഞ്ഞാൽ 3 ആണ്. ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുമ്പോൾ മാറുന്നില്ല, 5 തന്നെ. ഓക്കെ, അതുപോലെ നമുക്കപ്പോൾ കോസ് എ എഴുതാം. കോസ് എ എന്ന് പറയുമ്പോൾ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസൻറ്റ് എന്ന് പറഞ്ഞാൽ എയുടെ അഡ്ജസൻറ്റ് ഏത് ലെങ്ത്താണ്? 3/5. അതുപോലെ ടാൻ എ എഴുതി കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. അപ്പോൾ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ 4, അഡ്ജസൻറ്റ് എന്ന് പറയുമ്പോൾ 3. അപ്പോൾ 4 ഡിവൈഡഡ് ബൈ 3. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് സിയുടെ എഴുതാം. കോസ് സി എന്ന് പറയുമ്പോൾ 4 ഡിവൈഡഡ് ബൈ 5 എന്ന് വരും. അതുപോലെ ടാൻ സി എന്ന് പറയുമ്പോൾ 3 ഡിവൈഡഡ് ബൈ 4 എന്നും വരും. ഓക്കെ, അപ്പോൾ
ഇതിനെയാണ് ട്രിഗ്നോമെട്രിക് റേഷ്യോസ് എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ ബാക്കി കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. താങ്ക്